എം മുകേഷ് എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, പകൽ മുഴുവൻ നമ്മൾ കണ്ട സമര പരമ്പര അത് രാത്രിയിലും തുടരുന്നു. ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കേണ്ട നിലയിലേക്ക് പോലീസിന്റെ അവസ്ഥ വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അഖിൽ ഷാ? റീജിത്ത് 7 മണിയോടുകൂടിയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുകേഷിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി വന്നതിന് ശേഷം അവർ ഈ ബാരിക്കേഡ് മറിച്ചു കടക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ പോലീസ് 2 തവണ ജലപീരങ്കി ഉപയോഗിച്ചു. ഇപ്പോൾ നിലവിൽ ക്ലിഫ് ഹൗസിന് സമീപത്ത് കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നമുക്കറിയുന്നത് പോലെ തന്നെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ട് മുകേഷിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാനോ അല്ലെങ്കിൽ മുകേഷ് സ്വയം ആ സ്ഥാനം രാജിവെച്ചു പോകാനോ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സർക്കാർ മുകേഷിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ CPIM മുകേഷിനൊപ്പം നിൽക്കുന്നു എന്നുള്ള അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുകേഷ് എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ക്ലിഫ് ഹൗസിലേക്ക് അല്പസമയം മുമ്പാണ് പ്രതിഷേധ മാർച്ച് നടന്നതൊരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന നിലയുണ്ടായി. ബാരിക്കേഡ് വെച്ചുകൊണ്ട് പ്രവർത്തകരെ തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി ജലപീരങ്കി പ്രയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പ്രവർത്തകർ ക്ലിഫ് ഹൗസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട്. അഖിൽ ഷാ, നേരത്തെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. തുടരാം അഖിൽ ഷാ അൻസാർ. ഒരു സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ ക്ലിഫ് ഹൗസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസ് അത് തടഞ്ഞു. ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോഴവിടെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്.